കാഴ്ചയുടെ മഹാത്ഭുതമൊരുക്കി പെരുമ്പാവൂരിനെ ആഘോഷസാന്ദ്രമാക്കുന്നു മെറൈൻ എക്സ്പോ. പ്രശസ്ത സിനിമാ താരം ശ്വേതാ മേനോൻ ഫെബ്രുവരി 9 വൈകിട്ട് 6 മണിക്ക് ഉദ്ഘാടനം നിർവഹിക്കുന്നു. ടണൽ അക്വേറിയം എക്സിബിഷൻ ഫെബ്രുവരി 9 മുതൽ പെരുമ്പാവൂർ പാലക്കാട്ടുതാഴം മൈതാനിയിൽ. ഏവർക്കും സ്വാഗതം. ഭൂമിശാസ്ത്രപരമായി നിരവധി പ്രത്യേകതകളുള്ളതും ആദിവാസി കുടിയേറ്റ മേഖല ഉൾപ്പെടുന്നതുമായ കുട്ടമ്പുഴ പഞ്ചായത്തിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ കിടത്തി ചികിത്സയ്ക്ക് സൗകര്യമൊരുക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. നൂറ്റാണ്ടുകളായുള്ള ഇവിടുത്തെ ജനങ്ങളുടെ ആവശ്യമാണ് കിടത്തി ചികിത്സയുള്ള ആശുപത്രി വേണമെന്നുള്ളത്. ഭൂമിശാസ്ത്രപരമായി നിരവധി പ്രത്യേകതകളുള്ളതും ആദിവാസി കുടിയേറ്റ മേഖലകൾ ഉൾപ്പെടുന്നതുമായ കുട്ടമ്പുഴ പഞ്ചായത്തിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ കിടത്തി ചികിത്സയ്ക്ക് സൗകര്യമൊരുക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. വനവും പുഴകളും ആദിവാസി കോളനികളും ദുർഘട കാട്ടുപാതകളും കൊണ്ട് ശ്രദ്ധ നേടിയ കോതമംഗലം താലൂക്കിലെ കുട്ടമ്പുഴ പഞ്ചായത്തിലെ ജനസംഖ്യ 30,000-ഓളം വരും. വിസ്തൃതിയിൽ ആലപ്പുഴ ജില്ലയോട് കിടപിടിക്കുന്ന കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ കിടത്തി ചികിത്സയ്ക്കുള്ള ആശുപത്രി വേണമെന്ന മുറവിളി ഉയർന്നിട്ട് നാളുകളായി. ഗോത്രവർഗത്തിൽപ്പെട്ട 5,000-ഓളം പേർ അധിവസിക്കുന്ന കുട്ടമ്പുഴ പഞ്ചായത്തിൽ ആകെയുള്ള ഒരു സർക്കാർ ആശുപത്രിയാണ് കുട്ടമ്പുഴ കുടുംബാരോഗ്യ കേന്ദ്രം. ഉൾക്കാടുകളിലുള്ള 15ഓളം ആദിവാസി കുടികളിൽ 1,300-ലധികം വീടുകളിലായി താമസിച്ചു വരുന്ന ആദിവാസികൾ അസുഖം വന്നാൽ 10-30 കിലോമീറ്ററുകൾ കൊടുവനത്തിലൂടെ രോഗികളെയും കൊണ്ട് കുട്ടമ്പുഴ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെത്തണം. 5 മണിക്ക് ശേഷം എത്തുന്ന രോഗികൾ അവിടെ നിന്ന് വീണ്ടും 20 കിലോമീറ്റർ യാത്ര ചെയ്ത് കോതമംഗലത്തുള്ള ഏതെങ്കിലും ആശുപത്രികളെ ആശ്രയിക്കേണ്ടി വരും. മഴക്കാലമായാൽ അവർ അനുഭവിക്കുന്ന ദുരിതം വാക്കുകൾക്കതീതമാണ്. ആശുപത്രിക്കായുള്ള മുറവിളി ശക്തമായതോടെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ കിടത്തി ചികിത്സയ്ക്കുള്ള ഒരുക്കങ്ങൾ പല പ്രാവശ്യം ആരംഭിച്ചെങ്കിലും നടക്കാതെ പോവുകയായിരുന്നു. കിഫ എറണാകുളം ജില്ലാ പ്രസിഡന്റ് സിജുമോൻ ഫ്രാൻസിസ് ഇതിനെതിരെ മനുഷ്യാവകാശ കമ്മീഷനിൽ പരാതി കൊടുത്ത് അനുകൂല വിധി സമ്പാദിച്ചെങ്കിലും കിടത്തി ചികിത്സയെന്ന കുട്ടമ്പുഴക്കാരുടെ പൊതു ആവശ്യത്തോടുള്ള അധികൃതരുടെ അവഗണന തുടരുകയാണ്. ഇപ്പോൾ നവകേരള സദസ്സിന്റെ പരിഗണനയിലാണ് ഈ വിഷയം. വനാന്തരത്തിൽ സ്ഥിതി ചെയ്യുന്ന ആദിവാസികൾ ഉൾപ്പെടെയുള്ള പാവപ്പെട്ട ആയിരക്കണക്കിന് ആളുകൾക്ക് പ്രയോജനപ്പെടുത്തുന്ന കിടത്തി ചികിത്സ കുട്ടമ്പുഴ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഉടൻ ആരംഭിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. എനിക്ക് ഇവിടെ കിടത്തി ചികിത്സ വേണം. ഞാൻ എത്രയും വേഗം എന്നോട് കോതമംഗലത്തിന് പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ അങ്ങോട്ട് പോകാനുള്ള നിവൃത്തിയില്ലാത്തതുകൊണ്ട് എനിക്ക് ഇവിടെ തന്നെ കിടത്തി ചികിത്സ വേണം. അത്യാവശ്യമായിട്ടും വേണം. ഒരു ഡോക്ടറും വേണം. കാരണം ഇവിടെ എപ്പോഴും ആളും സീരിയസായ രോഗികൾ ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ സ്ഥിരം ഒരു രോഗിയാണ്. എനിക്ക് എപ്പോഴും മരുന്ന് കൊണ്ടേ എനിക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇവിടെ ഒരു കിടപ്പ് രോഗികളെ കിടത്തണം. അതിനുള്ള ചികിത്സ സഹായം വേണം. കുട്ടമ്പുഴ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്നും കിടത്തി ചികിത്സ ആരംഭിച്ചാൽ ആയിരക്കണക്കിന് പാവപ്പെട്ടവർക്ക് പ്രയോജനം ലഭിക്കുമെന്നും പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിബി കെ പറഞ്ഞു. കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ ഏകദേശം 15ഓളം ആദിവാസി കുടികളുണ്ട്. ഇവിടുത്തെ ജനങ്ങൾ 20-30 കിലോമീറ്റർ ദൂരെ നിന്നാണ് ഇവിടെ വന്ന് ചികിത്സയ്ക്ക് വരുന്നത്. ഇവിടെ വരുമ്പോൾ കോതമംഗലത്തേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ്. ഇവിടെ ഒരു 6 മണി വരെയാണ് ഇവിടെ ചികിത്സയുള്ളൂ. ഇതൊരു കിടത്തി ചികിത്സ ആശുപത്രിയാക്കി മാറ്റിക്കഴിഞ്ഞാൽ ഇവിടെ 10-35,000-ഓളം ജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായി മാറും. കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് അതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ഓരോന്നായി ചെയ്തു കൊടുത്തുകൊണ്ടാണ് ഇരിക്കുന്നത്. ഞങ്ങളൊരു ആദിവാസി സ്പെഷ്യലിസ്റ്റ് ആശുപത്രി ആരംഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മന്ത്രിക്ക് നിവേദനം കൊടുത്തിട്ടുണ്ട്. പക്ഷേ നിലവിൽ നമ്മുടെ ഇപ്പോഴത്തെ FSC ഒരു CHC ആക്കിയെങ്കിലും മാറ്റി ഇവിടെ വരുന്ന രോഗികൾക്ക് ഇവിടെ നിന്ന് ചികിത്സ നടത്താനുള്ള സംവിധാനം ഉണ്ടാക്കണം. ഡൽഹി, കൊൽക്കത്ത, ബോംബെ, സൂറത്ത്, അഹമ്മദാബാദ്, ഈറോഡ്, തിരുപ്പൂർ എന്നിവിടങ്ങളിലെ ഫാക്ടറികളിൽ നിന്നും ഉൽപാദനത്തിൽ കൂടുതലായി വരുന്ന വസ്ത്രങ്ങൾ ഉൽപാദന വിലയിൽ നേരിട്ട് വിറ്റിരിക്കുന്നു. ഫാഷൻ വസ്ത്രങ്ങൾ ഇത്രയേറെ വിലക്കുറവിൽ ഇതാദ്യം. വസ്ത്രമഹാത്ഭുതം, ഗാന്ധി സ്ക്വയർ, മുനിസിപ്പൽ മൈതാനം, തൊടുപുഴ.